ഈ ഈ കാണുന്നത് നാടൻ ഡബിൾ പെറ്റസിൻ്റെ ഈ പ്ലാന്റിൻ്റെ ഇലകൾ തന്നെ കിളിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അച്ചുമൻസ് ഒരു നാടൻ ഡബിളിൻ്റെ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാടൻ ഈ പ്ലാന്റുകൾക്ക് ഏത് അച്ചുമൻസിൻ്റെ പ്ലാന്റുകളും നമുക്ക് അതിന് സാധാരണ അതിൻ്റെ കിഴങ്ങിൽ നിന്നാണ് കൂടുതലായിട്ട് കിളിക്കുന്നത് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. എന്നാൽ അങ്ങനെയല്ല, കിഴങ്ങിൽ നിന്നും കിളിക്കും. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇലകൾ മൊത്തം നമുക്ക് കിളിപ്പിക്കാം. എല്ലാ ഇലകൾ കട്ട് ചെയ്ത് നമുക്ക് കിളിപ്പിക്കാനാണ്. ഇലകൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക കാര്യം, നമ്മൾ ഈ നെടുപ്പ് ഇത്രയും വെച്ച് ശകലം നീട്ടി വേണം കട്ട് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്ത് നമ്മൾ ആ പ്ലാന്റ് നിൽക്കുന്ന പോർട്ടിൽ തന്നെ വേണം നമുക്ക് കിളിപ്പിക്കാം. പിന്നെ പ്ലാന്റ് നട്ട ആ പോർട്ടിൽ തന്നെ കിളിപ്പിക്കുമ്പോൾ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വളങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഇല കരിഞ്ഞു പോകും, അങ്ങനെ വിഷയം ഉണ്ടാവാം. അതുകൊണ്ട് ഈ ഇലകൾ എപ്പോൾ കുത്തി നടുമ്പോഴും ഈ പ്ലാന്റിൻ്റെ ഏറ്റവും മൂട്ടിൽ തന്നെ ചവിട്ടിൽ തന്നെ വേണം കുത്തി വെക്കേണ്ടത്. അതുപോലെ കുത്തി കിളിപ്പിച്ചാണ് ഈ കാണുന്ന ഈ ഇല കിളിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇലയുടെ മണ്ടയ്ക്കാണ് കിളിച്ചിരിക്കുന്നതല്ല. ശരിക്കും ഇലകൾ കിളിക്കുന്ന ഒരു പ്ലാന്റാണ് അച്ചുമനസ് പ്ലാന്റ്. നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് കിഴങ്ങിൽ നിന്ന് കിളിച്ച് വരുന്ന പ്ലാന്റുകൾ മാത്രം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് ഞാൻ വേറെ ഒരു ഗ്ലാസ്സിലോട്ട് കുറേ സെപ്പറേറ്റ്, നമുക്ക് ഈ പോട്ട് തന്നെ കിളിപ്പിന് നിർബന്ധമില്ല, വേണേൽ വേറൊരു സെപ്പറേറ്റ് ഒരു ഗ്ലാസ്സിൽ വേണമെങ്കിൽ നമ്മൾ മണ്ണിട്ട് നമുക്കൊന്ന് ഇല കട്ട് ചെയ്ത് വെച്ച് നമുക്ക് കിളിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും എളുപ്പം. അതിനാണ് നമ്മൾ ഈ ടിപ്സായിട്ട് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് നാടൻ ഡബിൾ പെറ്റസിൻ്റെ ഈ പ്ലാന്റിൻ്റെ ഇലകൾ തന്നെ കിളിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്നാൽ നമ്മൾ വിചാരിക്കാം ഹൈബ്രിഡ് കിളിക്കുമോ ഇല്ലയോ. ഹൈബ്രിഡ് പ്ലാന്റിൻ്റെ ഇലകൾ കിളിക്കും. ഹൈബ്രിഡിൻ്റെ ഏറ്റവും പെട്ടെന്ന് കിളിക്കുന്നത് കാണിക്കുവാണ് ഇത് ഹൈബ്രിഡിൻ്റെ ഇല കിളിപ്പിച്ചതാണ്. ഇത് ഹൈബ്രിഡാണ്. ഇതിൻ്റെ ഇലയും കിളിക്കും. നമ്മൾ അങ്ങനെ മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇലകൾ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വെക്കുക. ഇഷ്ടംപോലെ പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ കളർ വൈസിലും നമ്മൾ അതിൻ്റെ തൈകൾ ചവിട്ടി കിഴങ്ങിൽ നിന്ന് കിളിക്കുന്ന നോക്കി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഈ പുതിയ ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ടിപ്സ് എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.